ശ്രീ തൗഫീഖ്. കഴിഞ്ഞ 4 ദിവസമായി എപ്പോൾ ആണ് രാഹുലിൻ്റെ രാജി ഉണ്ടാകുക എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടി ഒന്നുകിൽ രാജി എഴുതി വാങ്ങണം, അല്ലെങ്കിൽ സ്വമേധയാ രാജിവെക്കണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമായ ഒരു ആരോപണം നിങ്ങളുടെ യുവ MLA-ക്കെതിരെ ഉയർന്നിട്ട് അത്തരത്തിൽ രാജിവെപ്പിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്? ഇവിടെ നീലിമ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജി സംബന്ധിച്ച് കൃത്യമായ തീരുമാനം എടുക്കേണ്ടത് KPCC ആണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. സ്വാഭാവികമായിട്ടും KPCC അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഉചിതമായ തീരുമാനം അതിന്റെ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും, അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെയും അടിസ്ഥാനം ആർക്കും വേണ്ട. സ്വാഭാവികമായിട്ടും നിലവിൽ അക്കാര്യത്തെ പറ്റി ഒരു തീരുമാനം KPCC എടുക്കാത്തത് കൊണ്ട് ആ വിഷയത്തെ പറ്റി ഞാൻ കൂടുതലായി പ്രതികരിക്കാൻ തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഈ വിഷയം വരുന്ന ഘട്ടത്തിൽ തന്നെ കൃത്യമായി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി, അതാണ് ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന, പാർട്ടി തലത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്ന്. സ്വാഭാവികമായിട്ടും തന്നെ വേഗത്തിൽ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പേര് പോലും പറയാതെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചപ്പോ യാതൊരു ആശങ്കയ്ക്കും ഇടവരുത്താതെ, യാതൊരു അഭ്യൂഹങ്ങൾക്കും ഇടവരുത്താതെ, യാതൊരു പാർട്ടി കമ്മീഷനെയും വെക്കാതെ, യാതൊരു തീവ്രതയും അളക്കാതെ വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുകയാണ് എന്നുള്ള തീരുമാനം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടി പെട്ടെന്നെടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞ അങ്ങേക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷേ വളരെ കൃത്യമായ നേതൃത്വത്തിന് ഈ ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച്, ഇനിയും ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങളെക്കുറിച്ച്, വെളിപ്പെടുത്തലുകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണ ഉണ്ടായ സമയത്തല്ലേ അത്തരത്തിൽ ധൃതി പിടിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്? ഒരിക്കലുമല്ല. സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നീലവ, ഏത് ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങേക്കടക്കം വളരെ കൃത്യമായി അറിയാമല്ലോ. ഇവിടെ പേര് പോലും പറയാതെ ഒരു യുവ നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ആ പരാതിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കാതെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കൂടുതൽ തീവ്രത അളക്കാതെ, പാർട്ടി കമ്മീഷനെ വെക്കാതെ, മറ്റ് ഇതര കാര്യങ്ങൾ പരിശോധിക്കാതെ വേഗത്തിൽ തന്നെ മണിക്കൂറുകൾക്കകം അദ്ദേഹം രാജിവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പീഡനങ്ങളുടെ തീവ്രത എങ്ങനെയുണ്ട്? ആ തീവ്രത ഇപ്പോൾ എത്രത്തോളമുണ്ട്? അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിന്നെയും ഒട്ടേറെ വലിയ സംഭവവികാസങ്ങൾക്ക് നമ്മൾ സാക്ഷിയായല്ലോ. ഇപ്പോൾ തീവ്രത എങ്ങനെയാണ്? ഇവിടെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്ന, മാധ്യമങ്ങൾ മുഖേന പരാതി ഉന്നയിക്കുന്ന ആരെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി അങ്ങേക്ക് അറിവുണ്ടോ? ഇവിടെ വേർ ഈസ് ദ കംപ്ലൈന്റന്റ്? ഇവിടെ പരാതിക്കാരി എവിടെയാണ്? വേർ ഈസ് ദ കംപ്ലൈന്റന്റ്? പരാതിക്കാരി ആരാണ്? അത്തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതി നൽകാൻ തയ്യാറാവണം. അത്തരത്തിലൊരു പരാതി നൽകിയാൽ സ്വാഭാവികമായിട്ടും ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ, പരാതിയിൽ വസ്തുനിഷ്ഠമാണ് അവർ ഉന്നയിക്കുന്ന പരാതിയെങ്കിൽ പാർട്ടി നേതൃത്വം അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ തെളിവുകളൊന്നും തന്നെ, ഈ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല എന്നത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്.